അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 3 വെള്ളിയാഴ്ച. 3 ആഴ്ചയ്ക്കുള്ളിൽ വിവിധ വകുപ്പുകളിലുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് വകുപ്പ് മേധാവിമാർക്ക് സർക്കാർ നിർദ്ദേശം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കടക്കം വ്യക്തമായ നിർദ്ദേശമാണ് ഭരണപരിഷ്കരണ വകുപ്പ് നൽകിയിട്ടുള്ളത്. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലിക നിയമനങ്ങളിൽ വൻ അഴിമതി നടക്കുന്നു എന്ന ആക്ഷേപമുയരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ കടുത്ത നിലപാടിലേക്ക് കടക്കുന്നത്. നികുതി കൂട്ടി ഖജനാവ് നിറയ്ക്കാനില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നികുതി വർദ്ധിപ്പിക്കാതെ നെറ്റ്വർക്ക് കൂട്ടി ഖജനാവ് നിറയ്ക്കാനാണ് ശ്രമം. പോർട്ട് സിറ്റി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. നികുതി വർധനയില്ലാതെ വരുമാനം വർദ്ധിപ്പിച്ച് പുതിയ വികസന മോഡൽ ആവിഷ്കരിക്കാനാണ് ശ്രമമെന്നും VD സതീശൻ പറഞ്ഞു. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലേക്കുള്ള റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ ഗുരുതര ക്രമക്കേടെന്ന ആരോപണവുമായി ഉദ്യോഗാർത്ഥികൾ. ബിരുദാനന്തര ബിരുദം അടിസ്ഥാന യോഗ്യതയായി വേണ്ട പരീക്ഷയ്ക്ക് +2 നിലവാരം പോലും ഉണ്ടായിരുന്നില്ല. ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും ഓപ്ഷൻ B ഉത്തരമായി വരുന്ന രീതിയിലാണ് ഉത്തരസൂചിക തയ്യാറാക്കിയെന്നും പരാതി. പുനഃപരീക്ഷ ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിയെ സമീപിച്ചു. കേരള സ്പോർട്സ് കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്ത സ്പോർട്സ് അസോസിയേഷനുകളുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. വിവരശേഖരണത്തിനുള്ള ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ സർക്കാർ നിയമോപദേശം തേടും. ഒപ്പം വിദഗ്ധ പരിശോധനയും നടത്തും. കരാറിന് സർക്കാർ അതിവേഗം അനുമതി നൽകില്ല. എല്ലാം വ്യവസ്ഥകൾ അനുസരിച്ചാണ് നടക്കുന്നതെന്നും സർക്കാരിന്റെ അനുമതിക്ക് ശേഷം മാത്രമേ അന്തിമ കരാറിലേക്ക് പോകൂ എന്നുമാണ് അദാനിയുടെ നിലപാട്. ബംഗാൾ പസഫിക് ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടെന്നും ഇന്നും നാളെയും സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അറബിക്കടലിൽ ന്യൂനമർദ്ദ പാത്തിയുമുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ ജൂനിയർ ഡോക്ടർമാരിൽ 82% പേർക്കും കിട്ടുന്ന ശമ്പളം 30,000 രൂപ. തുച്ഛമായ ശമ്പളം മൂലം 70% പേരും കേരളം വിടുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാനത്തെ ജൂനിയർ ഡോക്ടർമാരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരം. കൊച്ചിയിൽ US ആസ്ഥാനമാക്കിയുള്ള കോറോ ഹെൽത്ത് എന്ന സ്ഥാപനം മുന്നറിയിപ്പില്ലാതെ 900 ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. കേരളത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകൾ അടയ്ക്കുകയും ചെയ്തു. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളണമെന്ന് ഹൈക്കോടതിയിൽ പോലീസ്. അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുകയാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ മുൻ പ്രോസിക്യൂട്ടർ ഗീന കുമാരിക്കെതിരെ പോലീസ്. അന്വേഷണം നടക്കുന്ന കേസ് അവസാനിച്ചെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞു. കശുവണ്ടി അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഉത്തരവിൽ കോടതിയെ കുറ്റപ്പെടുത്തുന്ന ഭാഗം ഒഴിവാക്കി അടുത്ത ദിവസം സർക്കാർ പുതിയ ഉത്തരവിറക്കും. ഹൈക്കോടതിയുടെ സമ്മർദ്ദം മൂലമാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സർക്കാർ നിർബന്ധിതരായതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ പോലീസ് അറിയാതെ ഒരു യോഗവും ആരും ചേരേണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. K. സുധാകരനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയതാകാമെന്നും അദ്ദേഹത്തെ പോലൊരാൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു യോഗത്തിന് പോകുമെന്ന് കരുതുന്നില്ലെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു.
മുസ്ലിം സമുദായത്തിനും ജിഫ്രി തങ്ങൾക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിൽ ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് RV ബാബുവിനെതിരെ കേസ്. PDP കേന്ദ്ര കമ്മിറ്റി അംഗം അഷ്റഫ് വാഴക്കാല നൽകിയ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. മുണ്ടിനീര് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 ദിവസത്തേക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ അടുത്ത പൊങ്കൽ മഹോത്സവത്തിന് റേഷൻ കാർഡ് ഉടമകൾക്ക് സാരിയും മുണ്ടും സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് ഒരുക്കങ്ങൾ ആരംഭിച്ചു. വസ്ത്രനിർമ്മാണത്തിനും സംഭരണത്തിനുമുള്ള ആദ്യ ഗഡുവായി 300 കോടി രൂപ വിജയ് സർക്കാർ അനുവദിച്ചു. തമിഴ്നാട് കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുമെന്ന് വിജയ് സർക്കാർ. വിജയ് നേരിട്ട് നിയമന ഉത്തരവ് കൈമാറും. ഈ മാസം 10-ന് വിജയ് കരൂരിൽ എത്തും. 2025 സെപ്റ്റംബർ 27-ന് 41 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയാണ് സംഭവം. തമിഴ്നാട്ടിൽ DMK മുൻ മന്ത്രിയും MLAയുമായ അനിത രാധാകൃഷ്ണൻ അറസ്റ്റിലായി. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്കെതിരായ വിവാദ പരാമർശത്തിലായിരുന്നു അറസ്റ്റ്. അയോധ്യ കൊള്ളയിൽ പ്രതികൾ സംഭാവന കടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. 5 പ്രതികളുടെ ദൃശ്യങ്ങൾ CCTVയിലുണ്ട്. കാണിക്ക എണ്ണുന്നതിന് ട്രസ്റ്റ് നിയോഗിച്ചത് 50 പേരെയാണെന്നും SBI ആണ് ഇവരുടെ പട്ടിക നൽകിയതെന്നും സ്വകാര്യ ഏജൻസി വ്യക്തമാക്കി. 45 ദിവസത്തെ CCTV ദൃശ്യങ്ങളെ ലഭിച്ചിട്ടുള്ളൂ. അയോധ്യ ക്ഷേത്രക്കൊള്ളക്കേസിൽ ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറിയും വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷനുമായ ചമ്പത് റായിയും മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളും ജയിലിലായേക്കുമെന്ന് മുതിർന്ന BJP നേതാവ് വിനയ് കതിയാർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിലെ ഇരുവിഭാഗത്തോടും ജൂലൈ 6-നകം നിലപാടുകൾ അറിയിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്നും ചിഹ്നവും കൊടിയും സ്വത്തുവകകളും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും അവകാശപ്പെട്ട് വിമതപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു. മമതാ പക്ഷം ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് വാദങ്ങൾ അവതരിപ്പിക്കും. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ലോകവിപണിയിൽ ക്രൂഡ് ഓയിൽ വില $70-73 താഴ്ന്നു. യുദ്ധത്തെ തുടർന്ന് ബാരലിന് $110-120 വരെ വില ഉയർന്നിരുന്നു. ദേശീയ പരീക്ഷാ ഏജൻസി കഴിഞ്ഞ മാസം നടത്തിയ UGC നെറ്റ് സോഷ്യോളജി ഇംഗ്ലീഷ് പരീക്ഷയിൽ ഗുരുതര പിഴവുകളും മുൻവർഷത്തെ ചോദ്യങ്ങളുടെ ആവർത്തനവുമെന്ന് പരാതി. ഇന്ത്യൻ നാവികന്റെ മരണത്തിൽ വെനിസ്വേലൻ അധികൃതരോട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസി. കാരക്കാസിലെ ഇന്ത്യൻ എംബസിയാണ് നാവികന്റെ ആന്തരികാവയവങ്ങൾ കാണാതായതിൽ ദുരൂഹത തുടരുന്നതിനിടെ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഹിന്ദു വിവാഹ നിയമപ്രകാരമുള്ള പരമ്പരാഗത ആചാരങ്ങളും ചടങ്ങുകളും പാലിക്കാതെ വെറും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ട് ഒരു വിവാഹം നിയമപരമായി സാധുവാകില്ലെന്ന് ഗുജറാത്ത് ഹൈക്കോടതി. ആചാരങ്ങൾ കൂടി പാലിക്കണമെന്നും കോടതി പറഞ്ഞു. ക്യാബിൻ ബാഗേജുമായി മാത്രം യാത്ര ചെയ്യുന്നവർക്ക് നിരക്കിളവുമായി ഇൻഡിഗോ ലൈറ്റ് വിമാന സർവീസ്. പുതിയ ഇക്കോണമി നിരക്ക് കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് ആശ്വാസമാകും. അമേരിക്ക മരവിപ്പിച്ച $600 കോടി ഉടൻ വിട്ടുകിട്ടണമെന്ന് ഇറാൻ. ഹോർമോസിൽ അമേരിക്ക ഇടപെടരുതെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ മധ്യസ്ഥ ചർച്ചയിലാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. മുൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തെഹ്റാനിലെ ഇമാം ഖമേനി ഗ്രാൻഡ് മൊസല്ല പള്ളിയിൽ എത്തിച്ചു. നാളെ പൊതുദർശനം. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുകയാണെന്ന് ശാസ്ത്രജ്ഞർ. ഏകദേശം 3.8 സെന്റിമീറ്റർ വീതം ചന്ദ്രൻ അകലുകയാണെന്നാണ് പുതിയ പഠനം പറയുന്നതെന്ന് space.com റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച 1776 ഇന്നത്തേതിനേക്കാൾ ഏകദേശം 9.4 മീറ്റർ കൂടുതൽ ഭൂമിയോടടുത്തായിരുന്നു ചന്ദ്രൻ. അൾജീരിയയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ സ്വിറ്റ്സർലൻഡ് ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. 1938 ശേഷം ആദ്യമായാണ് സ്വിറ്റ്സർലൻഡ് ഒരു നോക്കൌട്ട് വിജയം സ്വന്തമാക്കുന്നത്.
10-ാം മിനിറ്റിൽ ബ്രീൽ എംബോളയും 46-ാം മിനിറ്റിൽ ഡാൻ എൻഡോയയുമാണ് സ്വിറ്റ്സർലാൻഡിനായി ഗോളുകൾ നേടിയത്. കൊളംബിയ ഘാന മത്സര വിജയികളാണ് പ്രീ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ. അത്യന്തം നാടകീയമായ പോരാട്ടത്തിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക്. രണ്ടാം പകുതിയിലായിരുന്നു 3 ഗോളുകളും. 53-ാം മിനിറ്റിൽ ഇവാൻ പെരിസിച്ചിലൂടെ മുന്നിലെത്തിയ ക്രൊയേഷ്യയെ 68-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒപ്പമെത്തിച്ചു. പകരക്കാരനായി ഇറങ്ങിയ ഗോൺസാലോ റാമോസ് ആണ് ഇഞ്ചുറി ടൈമിൽ പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടിയത്. പ്രീ ക്വാർട്ടറിൽ സ്പെയിനാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ. പ്രതിഷേധവുമായി ക്രൊയേഷ്യൻ ആരാധകർ. പോർച്ചുഗലിനെതിരെ ഇഞ്ചുറി ടൈമിന്റെ അവസാന സെക്കൻഡിൽ ക്രൊയേഷ്യ സമനില ഗോൾ നേടിയെങ്കിലും വാർ പരിശോധനയ്ക്കൊടുവിൽ റഫറി ഗോൾ റദ്ദാക്കിയതായാണ് ആരാധകരെ പ്രകോപിപ്പിച്ചത്. റഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ക്രൊയേഷ്യൻ ആരാധകർ കൂട്ടത്തോടെ മൈതാനത്തേക്ക് കുപ്പികളും മറ്റും വലിച്ചെറിഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. dailynewslive.in വാർത്തകൾ വിരൽ തുമ്പിൽ.